പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വിഷയം, ദൈവം സകലത്തിനും തലവനാകുന്നു. ധനവും മാനവും ബഹുമാനവും അവിടെ പറയുന്നത് ബലവും ശക്തിയും എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവിടെ ദൈവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുകയാണ്. 1 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 11 വചനത്തിൽ പറയുകയാണ്, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്ത് നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ ആ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിൻ്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം ദൈവമാണ് തരുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണതയോടെ നിൽക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ശക്തിയുടെയും ബലത്തിൻ്റെയും എല്ലാം അധികാരി, അവകാശി, തരുന്നവൻ, ലഭ്യമാക്കുന്നവൻ ദൈവമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.